ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യേണ്ട കാര്യങ്ങൾ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു അതൊക്കെ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. പറയട്ടെ, അതോ അറിയാവോ നിങ്ങൾക്ക്? എന്തെല്ലാം കാര്യങ്ങൾ അറിയാം, എന്തെല്ലാം കാര്യം അറിഞ്ഞൂടാ. പിന്നെ അറിയാത്ത കാര്യം പറഞ്ഞാൽ മതിയില്ല. നിങ്ങളെ മക്കളൊക്കെ ജനിച്ചപ്പോ എന്തൊക്കെ ചെയ്തു മാരെ? എന്തൊക്കെ ഒന്നും ചെയ്തില്ലേ? മക്കളെ അപ്പൊ തന്നെ ചോദിക്കും, പേര് വേണം, എന്ത് പേരാണ് വേണ്ടത്? അബ്ദുള്ള എന്നിട്ട് മോനെ. ഒരു വെറൈറ്റി എവിടെ വെറൈറ്റി അന്വേഷിച്ച് എവിടെ പോനാ? അപ്പൊ ഞാൻ പറഞ്ഞു വെറൈറ്റി ഒരു പേര് പറഞ്ഞു. പറയൂ. സുഫിയാൻ. ഇത്രയും നല്ല വെറൈറ്റി പേര് ആർക്കാണുള്ളത്? ഫാത്തിമ, പിന്നെ ഹീറ ഹോണ്ടെന്നോ ഇങ്ങനത്തെ ഫാത്തിമ ഇട്ടാ പിന്നെ ഏതെങ്കിലും ഒരു പേരിട്ടാ മതി. ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുണ്ടോ, പിന്നെ ഹീറ ഹോണ്ട പൾസർ വണ്ടിയുടെ പേരൊക്കെ ആയിരിക്കും. അതിന്റെ അർത്ഥം അന്വേഷിച്ച് എവിടെ പോകുമാരെ? അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ട പേര് എന്തെന്നറിയോ? അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്, നിങ്ങൾക്കത് ഇഷ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്നറിയോ? ഏതാണ്? അബ്ദുള്ള. ആരാണ്? എന്താണ്? അബ്ദുള്ള. അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാ അബ്ദുള്ള. ഇന്ന് എങ്ങനെ ഏതെങ്കിലും ഉമ്മാട്ട് ഇടാൻ പറഞ്ഞ ഉസ്താദ് പഴഞ്ചൻ. ഉസ്താദ് പഴഞ്ചൻ തന്നെയാ. കാരണം ഉസ്താദ് പഴയ അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേട്ടാ ഉസ്താദ് അത് പറഞ്ഞു തരണേ. ഏതോ ഒരു കൊച്ചിന് അക്സാന്ന് പേരിട്ട് അക്സാന്ന് പേരിട്ട്. ഞാൻ ചോദിച്ചു, എന്താ പുള്ളി അക്സാന്ന് പേരിടാനുള്ള കാരണം? അക്സ എന്ന് പറയുന്നതിന്റെ അർത്ഥം അങ്ങേയറ്റം എന്നാണ്. അവിടെ എന്താണ്? അങ്ങേയറ്റം. അപ്പൊ ഈ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഈ പുള്ളി മസ്ജിദുൽ അക്സയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇട്ട പേരാണ് അക്സ ഫാത്തിമ. അക്സ എന്ന് വിളിച്ചു. ഞാൻ മനസ്സുകൊണ്ട് കരുതി, റഹ്മാനെ വല്ല ലണ്ടനിലോ ആഫ്രിക്കയിലോ ആവാത്തത് ഭാഗ്യം. എങ്ങനെ ലണ്ടനിലാണെ കൊച്ചിന്റെ പേര് ലണ്ടൻ നിട്ടാണ്. ഞങ്ങളുടെ നാട്ടിലുണ്ട് പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണ്. അവള് സിനിമ കണ്ടിരിക്കുകയാണ്, ഷാറൂഖ് ഖാന്റെ സിനിമ. അന്ന് പ്രസവ വേദന വന്ന് പ്രസവിച്ചു. ഇട്ട പേര് ഷാറൂഖ് ഖാൻ എന്നാ. കൊച്ചിനിട്ട പേര് ഷാറൂഖ് ഖാൻ എന്നാ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഷാറൂഖ് ഖാൻ ഞാൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പേരിടലും പേരിടലും അതൊക്കെ നിങ്ങൾ കരുതി വെക്കണം. പേരൊക്കെ നിങ്ങൾ കരുതി വെച്ചോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല പേരുകൾ, നല്ല പേരിട്ട് വിളിക്കണം. നല്ല മക്കൾക്ക് നല്ല പേരിടണം. അതല്ലേ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു വാപ്പ വന്ന് പരാതി പറഞ്ഞല്ലോ, നബിയെ എന്റെ മോൻ എന്നെ അനുസരിക്കുന്നില്ല നബിയെ, എന്നാ നീ പോയി നിന്റെ മോനെ വിളിച്ചോണ്ട് വാന്ന് ചോദിച്ചപ്പോ മാം പറഞ്ഞു, അല്ലയോ റളിയല്ലാഹു അൻഹുവേ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, മകനിക്ക് വാപ്പാടത്ത് മാത്രമേ കടമയുള്ളൂ. ഈ വാപ്പാക്ക് മകനോട് കടമയൊന്നുമില്ലേ? ണ്ടല്ലോ. എന്താണ് നീ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? നീ പറ. അപ്പോൾ ആ മം പറഞ്ഞു, എന്തൊക്കെയാണ് അമീറുൽ മുഅ്മിനീൻ, ഒരു വാപ്പാക്ക് മകനോടുള്ള കടമ എന്തൊക്കെയാണ്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നിനക്ക് നല്ല പേരിടണം, നിനക്ക് നല്ല വിദ്യാഭ്യാസം തരണം, നിന്നെ ദീനീ ചിട്ടയോടെ ഖുർആൻ പഠിക്കാൻ വളർത്തണം, നിന്നെ നല്ല നിലയിൽ ഹലാലായ പൈസ തന്ന് നിന്നെ വളർത്തണം. ഇത് വാപ്പാടെ കടമയാണ്. എന്നാൽ അമീറുൽ മുഅ്മിനീൻ, എന്റെ വാപ്പ എനിക്കിതൊന്നും ചെയ്തു തന്നിട്ടില്ല. എനിക്കിട്ടേക്കുന്ന പേര് കരിവണ്ടെന്നുള്ള അർത്ഥം വരുന്ന പേരാണ്. എന്റെ വാപ്പ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടില്ല അമീറുൽ മുഅ്മിനീൻ. മാത്രമല്ല എന്റെ ജീവിതത്തിൽ ഹലാലായ പൈസ സമ്പാദിക്കുന്ന ആളല്ല എന്റെ വാപ്പ. അതുകൊണ്ട് അവരെ പിടിച്ചു കെട്ടു അമീറുൽ മുഅ്മിനീൻ. നോക്ക്. അപ്പൊ നമ്മുടെ മക്കളെന്ന് പറയുന്നത് അവർ ബുദ്ധിയുള്ള മക്കളാണ്. നമ്മൾ ദീനീ ചിട്ടയോടുകൂടിയാണോ അല്ലയോ ജീവിക്കുന്നത്? ഈ മക്കള് കാണുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുള്ള ജീവിതം കുടുംബത്തിൽ ഉണ്ടാവണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. 24 hours നിങ്ങളിലെ ഫോൺ പലക പോലത്തെ ഫോൺ എടുത്ത് ജമീലും വെച്ച് വാട്സാപ്പിൽ നോക്കി ഇരുന്നിട്ട് മക്കളെടുത്ത് മാറണം നടപടിയാണ്, കേസല്ലോ. സംഗതി കെട്ടിയവനൊക്കെ ആര് കഴിയുമ്പോൾ വിളിക്കണത് കുറയ്ക്കണം. പിള്ളേർക്ക് ചോറ് കൊടുക്കണോക്ക, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. നല്ല റാഹത്ത്. മക്കളെ കുറയണ സമയത്ത് കൂടുതൽ സംസാരിച്ചോ.
അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് ഇതൊക്കെ ഗ്രാസ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യമായിട്ട് കുഞ്ഞ് ജനിക്കുമ്പോ ആദ്യം എന്താണ്, കരയോ ചിരിക്കോ? കുഞ്ഞ് കരയോ ചിരിക്കോ? ബിലാലെ നീ കരയാണ ജനിച്ചപ്പോൾ കരയൂലേ? ഒരു പ്രത്യേക കരച്ചിലാണ് ആ സമയത്ത്. കാരണം എന്തെന്നറിയാവോ? ഒരു കുഞ്ഞും ജനിക്കുകയില്ല. മാമിൻ മൗലൂദിൻ, ഒരു കുഞ്ഞും ജനിക്കുകയില്ല ഇല്ലാ ഖൻസത്തി ശൈത്വാൻ, പിശാചിന്റെ സ്പർശനമേക്കാതെ ഒരു കുഞ്ഞും ജനിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിശാച് എന്തായാലും തൊട്ടിരിക്കും. ഇവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവനിക്ക് പിടുത്തം കിട്ടണോ, ഇവന് തൊട്ടേ പറ്റൂ. രണ്ടുപേരൊഴികെ രണ്ടുപേരെ പിശാച് തൊട്ടിട്ടില്ല. മറിയമിന്റെ മകൻ ഈസയെ പിശാച് തൊട്ടിട്ടില്ല. അള്ളാന്റെ റസൂലിനെയും പിശാച് തൊട്ടിട്ടില്ല. കണ്ടോ? ബാക്കി എല്ലാരെയും തൊട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കരയണത്. അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. അപ്പൊ ഈ കരച്ചിൽ നിന്ന് രക്ഷപ്പെടണോ, ഒന്നാമതായിട്ട് നീ ചെയ്യേണ്ട കാര്യം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. മൻ ഉലിദ ലഹു വലദുൻ, ഒരുവനൊരു കുട്ടിയുണ്ടായി എന്നാൽ ആദ്യമായിട്ട് നീ ചെയ്യേണ്ടത് ഫഅദ്ഹന ഫീ ഉദ്നിഹിൽ യുംനാ, അവന്റെ വലത് ചെവിയിൽ നീ ബാങ്ക് കൊടുക്കണേ. വഇഖാമത്തി ഫിൽ യുസ്റാ, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണേ. എന്നാൽ ആ കുട്ടിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു, കയ്യിൽ കിട്ടിയ ഉടനെ വലത് ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തു. എന്നാൽ ലം യദുർഹു ഉമ്മുസ്ബിയാൻ, കുട്ടികളെ ഇങ്ങനെ പിടിക്കുന്ന ഒരു ജിന്നുണ്ട്, ശൈത്താന്റെ ഇനത്തിൽപ്പെട്ടത്. ആ ജിന്നിന്റെ പേരാണ് ഉമ്മുസ്ബിയാൻ. ഈ ഉമ്മുസ്ബിയാൻ ഈ കുഞ്ഞിനെ സ്പർശിക്കില്ല നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ കുഞ്ഞ് പിശാചിൽ നിന്ന് രക്ഷപ്പെടും, കുഞ്ഞിന് അസുഖം ഉണ്ടാവില്ല. ആദ്യം നിങ്ങൾ ഇത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കുട്ടി, മഹാനായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നാര മോനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ബാങ്ക് കൊടുത്തതിന് ശേഷം ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. പഠിച്ചു വെച്ചോട്ടോ. വീട്ടിൽ പോയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കണം. ഇവിടെ ഇരുന്ന് എഴുതാൻ അവിടെ ആകെ ഇരുട്ടായത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പേപ്പറൊക്കെ തന്നെ എഴുതിപ്പിക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ അത് എഴുതി വെച്ചോണം. ഒന്ന്, ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുത്തതിന് ശേഷം രണ്ടാമത് സൂറത്തുൽ ഇഖ്ലാസ് ഓതി കൊടുക്കുക കൊച്ചിന്റെ ചെവിയിൽ. എന്ത് ചെയ്യാ? സൂറത്തുൽ പറമക്കളെ ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? ഏതാ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ. ആ സൂറത്തല്ലേ സൂറത്തുൽ ഇഖ്ലാസ്? ഏതാമ്മ? ഖുൽ ഹുവല്ലാഹു അഹദ്. ലേ എല്ലാവരും പയ്യോ നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിന്റെ അർത്ഥം തന്നെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, അല്ലാഹു സമദാണ്. എന്താണ് സമദ്? സമദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ലാഹുവിനെ ആവശ്യമാണ്, എന്നാൽ അല്ലാഹുവിന് ആരെയും ആവശ്യമില്ല. ഇതാണ് സമദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്, അല്ലാഹു പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, അല്ലാഹുവിനെ ആരും പ്രസവിച്ചതും അല്ല. കണ്ട, അല്ലാഹു ആരെയും പ്രസവിച്ചിട്ടില്ല, അല്ലാഹുവിനെ ആരും പ്രസവിക്കപ്പെട്ടതും അല്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് പകരമായി ഇവിടെ ഒരാളും ഇല്ല. ഇത് ഈ
സൂറത്ത് നിന്റെ കുട്ടിയുടെ ചെവിയിൽ ഊതിക്കൊടുത്താ പിന്നെ ആ കുട്ടിയെ പിശാച് തൊടില്ല. നബി മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ ബീവി ഗർഭിണിയായി ആദ്യത്തെ മകനെ പ്രസവിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. വലത് ചെവിയിൽ ബാങ്ക് വിളിച്ച ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വലത്തെ ചെവിയിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയെന്ന് പരിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാം. ഒന്നെന്തയ്യാ ബാങ്ക് കൊടുക്കുക, രണ്ടെന്തയ്യാ ഇഖ്ലാസ് സൂറത്ത് ഓതുക. മൂന്നാമതൊരു കാര്യം കൂടെ ചെയ്യണം ട്ടാ. മൂന്നാമതൊരു കാര്യം, ഇത് ഇബ്നു ഹജർ തങ്ങള് നോക്കിയപ്പോ വിശാലമായിട്ട് കിടക്കാണ്. ഹസ്രത്ത് ഹന്നാ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ പിഞ്ചോമന മകൾ പ്രസവിക്കപ്പെട്ടപ്പോ ബീവിയുടെ മകളാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ആ മറിയം ബീവി പ്രസവിച്ചപ്പോ മുന്നിൽ നിന്നുകൊണ്ട് ദുആയിരുന്നു. ഒരു ദുആ ഉണ്ട്, അത് കുഞ്ഞിന്റെ ചെവിയിൽ ഓതൽ സുന്നത്താണ്. ഹന്നാ ബീവി ദുആയിരുന്നു. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി ഉഈദുഹാ ബിക നിന്നെ കൊണ്ട് ഞാൻ ഈ കൊച്ചിന് ശരണം തേടുന്നു അല്ലാഹ്. വദുർരിയതഹാ ഈ കൊച്ചിന് ഉണ്ടാകുന്ന കുട്ടിയെയും മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈസാ നബിയെ പിശാച് തൊട്ടില്ലാന്ന്. ഈ ദുആയാണ് കാരണം. മറിയം ബീവിയെ പ്രസവിച്ചപ്പോ ഹന്നാ ബീവി ദുആയിരുന്നു, അല്ലാഹുവേ എന്റെ കുട്ടി മറിയമിനുണ്ടാവുന്ന കുട്ടിയെയും പിശാച് തൊടല്ലേ അല്ലാഹ് എന്ന് ദുആയിരുന്നു. ആ ദുആയുടെ ഫലം കൊണ്ട് ഈസാ നബി എന്ത് ചെയ്തില്ല? പിശാച് തൊട്ടില്ല. അപ്പൊ ഈ ദുആ നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ എഴുതി വെച്ച് പഠിച്ചോളണേ ഉമ്മമാരെ. അല്ലാഹു നമുക്ക് നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇതൊരു മാർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനു ശേഷം നീ ചെയ്യേണ്ട കാര്യം ഇഖാമത്ത് കൊടുക്കണം ഉമ്മമാരെ. ഇതിനു ശേഷം നിങ്ങൾ ഇഖാമത്ത് കൊടുക്കണം. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ഒക്കെ പഠിപ്പിച്ചെന്നേക്കാണ്. ആരും ചെയ്യണം? ബാങ്ക് കൊടുക്കും, ഇഖാമത്ത് കൊടുക്കും, പേരും വിളിക്കും, ഖലാസ്. ഒരുപാട് കാര്യങ്ങൾ. ഒന്നെന്താ നമ്മൾ ചെയ്ത് പറ? ഒന്ന്, നമ്മൾ ബാങ്ക് കൊടുത്തു. രണ്ടെന്ത് ചെയ്തു? സൂറത്തുൽ ഇഖ്ലാസ് ഓതി. ല്ലേ? മൂന്ന്, നമ്മൾ എന്താ ദുആ ചെയ്തത്? അല്ലാഹുമ്മ എന്ന് പറഞ്ഞ എല്ലാരും അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന് ദുആരക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൊബൈലിലൊക്കെ റെക്കോർഡ് ചെയ്തവരൊക്കെ മറ്റവർക്ക് അയച്ചുകൂടെ? ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഇത് ഘട്ടമാണ്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ എന്തെങ്കിലും എഴുതി തരുമ്പോൾ ചുരുട്ടി കൂട്ടി വല്ല ബക്കറ്റിൽ കൊണ്ടുവന്ന ആൾക്കാർ മേടിക്കണ്ട. ആവശ്യമുള്ളവർ നിങ്ങൾ ആവശ്യപ്പെട്ട വൃത്തിയായിട്ട് ഞങ്ങൾക്ക് എഴുതി തരാം എന്ന് സമയം പോലെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഇതിന് ശേഷം ഇഖാമത്തും കൊടുത്തു. ഇനി ശേഷം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്താ ചെയ്യണത്? ഇനി നിങ്ങൾ എന്താ ചെയ്യണത്? അസ്രായേൽ റൂഹ് പിടിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണം കേട്ടാ. ശേഷം മധുരം തൊട്ട് കൊടുക്കണം. എന്തൊട്ട് കൊടുക്കണം? മധുരം. മധുരം കേട്ടോ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരക്ക് എടുത്തു. ചവച്ചരച്ചിട്ട് അതിന്റെ ചെറിയ ഒരു തുണ്ട് തന്റെ തുപ്പുനീരിൽ നിന്നെടുത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ, മകന്റെ വായിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് അവനെ പേരിട്ട പേരെന്താണ്? ഞാൻ നേരത്തെ
നേരത്തെ പറഞ്ഞത് അബ്ദുള്ള എന്ന അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്. മുഹമ്മദേ മുഹമ്മദ് എന്ന് അള്ളാഹു എപ്പോഴും വിളിക്കുമ്പോഴും യാ മുഹമ്മദ്, അള്ളാഹു എപ്പോഴും റസൂൽ എപ്പോഴും ആഗ്രഹിച്ചത് അബ്ദുള്ള അബ്ദുള്ള എന്ന് വിളിക്കണമെന്നാണ്. അള്ളാഹുവിന്റെ അടിമ, സുന്ദരമായ പേരിട്ടു. അപ്പൊ അതുകൊണ്ട് മധുരം കൊടുക്കണം. മധുരം കൊടുക്കാൻ ഏറ്റവും നല്ലത് കാരക്കയാണ്. മധുരം കൊടുക്കാൻ ഏറ്റവും നല്ലത് കാരക്കയാണ്. തേനെന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ ഗ്രന്ഥത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തതൊക്കെ കാരക്കയാണ്. കാരക്ക കൊടുക്കണം. ആര് കൊടുക്കണം? അവിടെയാണ് വാപ്പ കള്ളുടിയാണെങ്കിലും എന്റെ വാപ്പ കൊടുത്താൽ മതി, അടിച്ച് കീറായിട്ടെന്നാലും വാപ്പ കൊടുത്താൽ മതി. കൊടുക്കേണ്ട ആരാണ്? അങ്ങനെ കൊടുത്താ മകന് കുറച്ച് കഴിയുമ്പോൾ അടിച്ച് കീറി വരും. നല്ല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതിപ്പോ തന്നെയല്ലേ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതിന് തഹ്നീഖ് എന്നാണ് പേര്. യംബഗി, അനിവാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കുമ്മമാരെ, ഉപ്പമാരെ ശ്രദ്ധിച്ച് കേൾക്ക്. ആരാണ് കുഞ്ഞിന് മധുരം കൊടുക്കേണ്ടത്? ആരാണ് കുഞ്ഞിന് മധുരം കൊടുക്കേണ്ടത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങള് തന്റെ തുഹഫയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. യംബഗി അൻ യകൂനൽ മുഹന്നഖു, മുഹന്നഖ് ഒരു കുഞ്ഞിനെ, ജനിച്ചു വീണ കുഞ്ഞിന്, പരിശുദ്ധയായ കുഞ്ഞിന്, മനസ്സ് പ്ലേറ്റ് പോലെ പവിത്രമായ പളുങ്ക് പോലെ ഇരിക്കുന്ന കുഞ്ഞിന് അവൻ ദുനിയാവിൽ വരുമ്പോ അവൻ ആദ്യം കൊടുക്കുന്ന മധുരം കൊടുക്കുന്ന ആൾ ലഹു മിൻ അഹ്ലിൽ ഖൈരി, അവൻ ഖൈറിന്റെ അഹ്ലുകാരനാകട്ടെ. ഖൈറിന്റെ അഹ്ലുകാരനാകട്ടെ, അവൻ ഖൈറിന്റെ അഹ്ലുകാരനാകട്ടെ. ഇനി അങ്ങനെയല്ല, ഫഇല്ലം യകുൻ റജുലുൻ, ഖൈറിന്റെ അഹ്ലുകാരനായ ഒരു പുരുഷനില്ല എങ്കിൽ ഫംറഅത്തുൻ സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണ് മതിയെന്ന് പരിശുദ്ധ ഇസ്ലാം. ഹൈറിന്റെ അയൽക്കാരായിരിക്കണം. ആരാ ഹൈറിന്റെ അയൽക്കാര്? മഹാന്മാരായ സയ്യിദന്മാര്, അള്ളാഹുവിന്റെ സൂഫിയാക്കളായ മഹാരഥന്മാരായ ഔലിയാക്കന്മാർ, നല്ല കൂറും തേനും മാറുമുള്ള പണ്ഡിതന്മാരായിരിക്കണം. പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള തങ്ങന്മാരാണെങ്കിൽ മിയ ഒന്നും നോക്കണ്ട. അപ്പൊ അതങ്ങനെ പാണക്കാട് തങ്ങന്മാരെ കൊണ്ട് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ പറയാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? ഭാര്യ ഗർഭിണിയായിട്ട് നാളെ പ്രസവമാണെങ്കിൽ തലേ ദിവസമൊക്കെ പാണക്കാടൊന്ന് പോയിട്ട് അവരുടെ വാ കൊണ്ട് ചവച്ചരച്ച് ഒരു മധുരം സൂക്ഷിച്ചു വെച്ചേക്കണം ഒരു ചെറിയ പ്ലേറ്റില്. അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാതെ ആരെങ്കിലും വിളിച്ചു കൊടുക്കരുത്. നമ്മളെ ഉമ്മയെ കൊണ്ടോ നമ്മളെ വല്യമ്മയെ കൊണ്ടോ, സാധാരണ ഇപ്പൊ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു നമ്മളെ മാമിയുടെ ഗർഭിണിയായ ഒരു കൊച്ചുണ്ടാവാൻ നേരത്ത് മോൻ കൊടുക്കൂടാന്ന് ചോദിച്ചു. എന്റെ പൊന്നെ, ഞാനെങ്ങാനും കൊടുത്താ കൊച്ചിനല്ല സംഭവിച്ചു പോയാ എന്റെ പൊന്നാര ഉമ്മ പേടിയാണ്. കാരണം നമ്മൾ നല്ലതാണോ ചീത്തയാണോ റബ്ബിനല്ലേ അറിയുള്ളൂ. ഏറ്റവും നല്ലൊരു സയ്യിദായിരിക്കൽ ഖൈറാണ്, ഒരു സയ്യിദായിരിക്കൽ. കാരണമെന്താണ്? ഒരു സയ്യിദ് എന്ന് പറയുന്നത് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ്. ആ നബി തങ്ങളുടെ ചോരയാണ്. ആ റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. അതുപോലെ അഹ്ലുൽ ഖൈറായവർ വേറെയില്ല. സയ്യിദന്മാരിൽ മഹാന്മാരെ കൊണ്ടത് ചെയ്യിപ്പിക്കുക. പാണക്കാട്ടത്തെ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പരമ്പരയിൽ 36ാമത്തെ പരമ്പരയിൽ വന്ന പാണക്കാട്ടത്തെ തങ്ങന്മാരാവട്ടെ, അതല്ല ഏത് സയ്യിദന്മാര്, പണ്ഡിതന്മാര്, മഹത്തുക്കള്, അവരെ കൊണ്ട് നിങ്ങൾ കൊടുപ്പിക്കണമേ എന്ന് പരിശുദ്ധ പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കള് സ്വാലിഹാവണമെങ്കിൽ, അവര് ഹാഫിളീങ്ങളാവണമെങ്കിൽ, അവര് ആലിമീങ്ങളാവണമെങ്കിൽ 15 വയസ്സിന് ശേഷം പള്ളിക്ക് പൈസ കൊടുത്തിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ മക്കള് സ്വാലിഹീങ്ങളാവുക. അമ്മമാരെ, അതിനു മുമ്പ് നമ്മൾ നന്നാവണം. ഉമ്മമാരെ, ആസിയ ബീവിയെ പോലെ, മറിയം ബീവിയെ പോലെ, ഫാത്തിമ ബീവിയെ പോലെ നമ്മളാവണം പെങ്ങളെ. ലൂത്ത് നബിയുടെ ഭാര്യയെ പോലെ, നൂഹ് നബിയുടെ ഭാര്യയെ പോലെ ആകരുതേ ഉമ്മമാരെ.
കാക്കന്മാരെ നിസാരമായിട്ട് നമ്മൾ കാണല്ലേ ഉമ്മമാരെ. കുടുംബജീവിതം കളിയായിട്ട് കാണല്ലേ ഉമ്മ. കുടുംബജീവിതം തമാശയായിട്ട് കാണല്ലേ ഉമ്മ. അതിനകത്ത് നടക്കുന്ന ചലനങ്ങളും നിശ്ചലനങ്ങളും ഗൗരവമായിട്ട് എടുത്തിട്ട് നീ ഒന്ന് നിയന്ത്രിച്ചാൽ ഔഷധത്തോടെ വരുന്ന ഭർത്താവിനെ പുഞ്ചിരിച്ചു കൊണ്ടൊന്ന് വരവേക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ മക്കളെ ദീനിയായ മദ്രസയുടെ കലാലയത്തിന്റെ മുറ്റത്ത് വിട്ട് ആ മക്കളെ ഒന്ന് ഖുർആൻ ഓതി പഠിപ്പിച്ചാൽ ഇതൊക്കെ നിനക്ക് സ്വാലിഹായ നിന്റെ ഈമാനുള്ള മരണത്തിനത് കാരണമാകും പെങ്ങളെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഈ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചെടുക്കുക.